ദുബായിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനീസ് കേൾക്കുമല്ലോ ആ പാട്ട്. അത് മനസ്സിൽ നിന്ന് എഴുതിയതാണ്. പിന്നെ ചില സംഭവങ്ങൾ സംഭവിക്കാനുള്ളത് വിത്തിൻ നോ ടൈം നടക്കും. ഒരു പാട്ട് നമ്മൾ കൂത്തിരുന്ന് എഴുതിപ്പിച്ച് ഒന്നും ശരിയാവില്ല. ഈ പാട്ട് 3 മണിക്കൂറിൽ സംഭവിച്ചതാണ്. പ്രിയേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി 2 പേര് വന്നു ബോംബെയിൽ, എൻ്റെ ഫ്രണ്ട്സ്. മേജർ സാബ് പ്രിയൻ സാബ് से जरा बात कराना. പ്രിയേട്ടൻ കഥ കേട്ടോണ്ടിരിക്കുക. ഞങ്ങൾ 2 പേരും റൂമിലാണ്. കഥ കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രിയേട്ടൻ എന്നെ അങ്ങനെ നോക്കി, ഭ്രാന്താവുന്നുണ്ട് മൂപ്പർക്ക്. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, സജത് ഐസ കർണ एक पेपर में 1 लाइन लिख के दे देना, मैं साहब को समझ गया. അപ്പം എനിക്ക് മനസ്സിലായി പ്രിയേട്ടനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പോൾ ഇവന്മാരെ ഊരിപ്പിക്കണമല്ലോ. ഊരിപ്പിച്ച് ഇവർ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പ്രിയേട്ടൻ 1 മിനിറ്റ് കേട്ടോ, ഞാൻ പോരാന്ന്. ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, സജത് ഐസ एक चीज़ है ये जरा लिख सकता है. അവിടെ നിന്ന് പറഞ്ഞതാണ് ആ ലിഫ്റ്റിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ. ഇവരൊരു 11 മണിയായപ്പോൾ എന്നെ വിളിക്കുന്നു രാത്രിയിൽ. അപ്പോൾ ഉറങ്ങി, പ്രിയേട്ടനും ഉറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ അന്ന് വന്നോന്നുള്ളത്. വന്നിട്ട് പ്രിയേട്ടൻ്റെ റൂം അടച്ച് ഞാനിവിടെ ഡ്രോയിങ് റൂമിൽ നമ്മൾ പതുക്കെ കേൾപ്പിക്കുന്നത്. ആ ബാറിൽ നിന്ന് കൊട്ടി കേൾപ്പിച്ചാണ്. അവർ കൊട്ടിയിട്ട് അവർ പാടി ഖുദാസെ മന്നത്തെ മേരി. 3 മണിക്കൂർ കൊണ്ടുണ്ടായ പാട്ടാണ്. അതങ്ങ് ലോക്ക് ചെയ്തു. ഞാൻ പറയും ഇവൻ തന്നെ പാടട്ടെ എന്ന്. അവന്മാരത് കൈലാഷ്കരനെ കൊണ്ടുവന്ന് പാടിപ്പിച്ച്, കൈലാഷ്കർ പാടിയ സമയത്ത് ഞാൻ ഒരു അരമണിക്കൂർ ലേറ്റായി. റെക്കോർഡിങ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ പറയുക, കൈലാഷ്കർ ഒരു ടേബിളിന് മുകളിൽ ചെയറിന് മുകളിൽ ഇരുന്ന് മൈക്കും വെച്ചിട്ട് പാടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പാടിയൊന്ന് കേൾക്കട്ടെ എന്ന്. ഫ്ലാറ്റ്, ആലാപോ ഇതൊന്നുമില്ല, ഖുദാസെ മന്നത്തെ മേരി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൈലാഷി, ഞാൻ അറിയില്ല അയാളാണ്. കൈലാഷി मेरा नाम मेजर रवि है, मैं हूँ डायरेक्टर, जरा अंदर आना चाहता हूँ. ആ ജായിയെ മേജർ സാബ്. 4 അടി 2 ഇഞ്ച് പൊക്കമുള്ള ചെക്കൻ. അവൻ ആലാപിൻ്റെ വലിയ ആളല്ലേ. ചെന്നിട്ട് ഞാൻ പറഞ്ഞു कैलाशी आप जो गाना गाया ना मेरे को पसंद है, क्या है उसमें प्रॉब्लम क्या है. ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ ഇതാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ അവൻ്റെ പേര് റേഡിയോയിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഡെയിലി ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ലെറ്റർ അയക്കുകയാണ്. ആ മനുഷ്യൻ 2 വർഷമായിട്ട് കളിയാക്കൽ കേട്ടോണ്ടിരിക്കുകയാണ്, നിൻ്റെ പേരൊന്നും വരില്ല എന്നും പറഞ്ഞിട്ട്. എന്ന് ഇവൻ ഓപ്പറേഷനിൽ മരിക്കുന്നു അന്ന് ഈവനിങ്ങിൽ റേഡിയോയിൽ ആ പാട്ട് വരികയാണ്. അവൻ്റെ ഡെഡ് ബോഡി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവൻ്റെ ഫ്രണ്ട്സ് കേൾക്കുന്നത്. അപ്പോൾ അതിന് ആ പെയിൻ വേണം. ഞാനാണ് എഴുന്നേറ്റ് കസേര വെച്ചിട്ട് आप जाओ उधर, ओ सजद साहब वो सब वाइप आउट करो, शुरू करो. ഇവൻ അവിടെ നിന്ന് നിന്നിട്ട് ഓന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. അതാണ് ആ പാട്ട്. അത് കഴിഞ്ഞിട്ട് ഇവന് 15,000 രൂപയാണ് ഇവൻ്റെ റെക്കമെൻഡേഷൻ പറഞ്ഞത്. ഞാൻ പൈസ കൊടുത്തപ്പോൾ കരഞ്ഞുകൊണ്ട് നെയ് ചെയ്യാൻ വരും. അവസാനം 1 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് കോയൻ ഞാൻ പറഞ്ഞു പോയില്ല. എന്നിട്ട് 10 രൂപ എടുത്തിട്ട് അവൻ പോയി. ഞാൻ ഓട്ടോയുടെ പിറകെ പോകുന്നു. ഞാൻ പറഞ്ഞിട്ട് അവൻ ഓട്ടോ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇത് നീ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ അറബി ചൗധരിക്ക് കൊണ്ട് കൊടുക്കും, എൻ്റെ പോക്കറ്റിലിടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് നീ വെക്ക് പ്ലീസ്. ഫോഴ്സ് ചെയ്ത് വെച്ച് പിന്നെ 100-ാം ദിവസം ആഘോഷത്തിന് ട്രിവാൻഡ്രത്ത് വിളിച്ച് സ്റ്റേജിൽ പാടിച്ച് 50,000 രൂപയും കൊടുത്തിട്ട് വിട്ട്. അത് അങ്ങനെയാണ് ചില സംഭവങ്ങൾ ഉണ്ടാവുക. തിയേറ്ററിൽ, സരിത തിയേറ്ററിൽ ഇങ്ങനെ സമുദ്രം പോലെ ഇരുന്ന് ഇങ്ങനെ ആൾക്കാർ 30-ാം ദിവസം ഫുൾ ഹൗസ്ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരടക്കം ഞാൻ ഇങ്ങനെ പറയലെന്ന് പോകും. ഒരു മനുഷ്യ ഇളകുന്നില്ല ഈ പാട്ടിൻ്റെ സമയത്ത്. അവരോടൊക്കെ ബീഡി വലിക്കാൻ പോക്ക് ഒന്നുമില്ല. അങ്ങനൊരു പാട്ട് ഇരുത്താൻ പറ്റുമെങ്കിൽ ലാംഗ്വേജ് പോലും അറിയാതെ അത് ആ മൂഡ് ഫീൽ കിട്ടിയത്. ആസ് യു സെഡ് ദ പെയിൻ വാസ് ദർ, യു കുഡ് ഫീൽ ഇറ്റ്, ദർ ഇസ് സംതിങ് എന്നുള്ളൊരു ഫീൽ വന്നു. അതൊക്കെ ഒരു ഫിലിം മേക്കിങ്ങിൽ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന സംഭവമാണ്. ഇത് അതുപോലെ എനിക്കൊരു സിറ്റുവേഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ഞാൻ കാശ്മീരിൽ സർവീസ് ചെയ്തിട്ടുണ്ട്, 88കളിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ട ഹോസ്റ്റൽ കാശ്മീരുണ്ട്. ഇങ്ങനെ നോക്കുള്ളവർ ഒരെണ്ണം നമ്മളോട് ചിരിക്കില്ല. അവരുടെ വാച്ചിൻ്റെ ടൈം പാകിസ്ഥാൻ ടൈമായിരിക്കും. എത്രയോ വാച്ചുകൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് കുത്തിപ്പൊടിച്ചിട്ടുണ്ട്. എല്ലാം അരമണിക്കൂർ. ഇപ്പം ഇവിടെ 12 ആയെങ്കിൽ അവൻ്റെ 11:30 ആയിട്ടുള്ളൂ കാശ്മീരിൽ. പിന്നെ എല്ലാ വില്ലോ ട്രീസിൻ്റെയും മുകളിൽ ഒരു പാകിസ്ഥാനി ഫ്ലാഗ് പറപ്പിക്കുമായിരുന്നു. 89-ലൊക്കെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത്. അങ്ങനെയുള്ളൊരു കാശ്മീരിൽ ഞാൻ പിന്നീട് ഷൂട്ടിങ്ങിൻ്റെയൊക്കെ സമയം ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടിരുന്നത് പലപ്പോഴും ആളുകൾ മാറി. അവർ പലപ്പോഴും എന്നോടത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അന്നത്തെ ഇൻഫോമേഴ്സൊക്കെ വന്നിട്ട് പറയും, ക്യാ സാബ് കുച്ച് नहीं हुआ है, बर्बाद हो गया.
പൈസയൊന്നുമില്ല, ഈ ലെവലായി. അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാനിതിങ്ങനെ ഇങ്ങനൊരു പാട്ട് എഴുതിപ്പിക്കാം. അല്ല, ഞാൻ കണ്ടൊരു കാശ്മീരുണ്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊരു കളിച്ച് ചിരിച്ച് നടന്നിരുന്നൊരു വാദിയാണ് ഉസ് വാദിയോക്ക് പീച്ചെത്തു ഫൂലേം ബോത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സംഭവം ആണ് ഞാൻ ഈ ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്കും എൻ്റെ കുട്ടിക്കും കൂടെ ആ പഴയ കാശ്മീരിൽ നിന്ന് കാണാൻ സാധിച്ചെങ്കിൽ അതാണ് അതിലത്തെ വരികൾ. ഈ ഖുദായ ലോട്ടാതെ മേരാ കാശ്മീർ എന്നുള്ളത്, ആ പഴയ കാശ്മീർ എനിക്കുന്നില്ല. അപ്പം അതിനകത്ത് അതെന്തായി, ഇന്നിപ്പോൾ എന്തായി, ഡള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാട്ട് റേഡിയോയിലുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ വെറുതെ ചുമ്മാ ഇരിക്കേ, അവന്മാർ ഈ പാട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് മലയാളീസിനെ കണ്ട ഈ പാട്ടാണ് ഇടും. ഈ ആപ്കാ ഉദർക്കാ ഫിലിം കാ മേജർ സാബ് കാ, എന്നിട്ട് അവന്മാർ എന്നെ വിളിക്കും. ശിക്കാരക്കാരൻ്റെ അടുത്ത് എൻ്റെ നമ്പറുണ്ട്, അവൻ വിളിക്കും. നിൻ്റെ അടുത്ത് മേജർ സാബിൻ്റെ നമ്പറുണ്ട്. മലയാളീസിന് വലിയ കാര്യമുണ്ട്, മേജറിൻ്റെ നമ്പർ നിൻ്റെ അടുത്തുണ്ട്. നമ്മൾ മേജർ സാബ് ഏലോ വീഡിയോ കോള്. എന്ന് പറഞ്ഞാൽ ഡൾ ലേക്കിൽ ഞാനിപ്പോൾ ഫെബ്രുവരി പോയപ്പം അവർക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഏതോ അവിടുത്തെ പാട്ടിട്ട്, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ പാട്ടാണ്, ഇത് ഈ മേജർ സാബ് കായെന്ന്. മേജർ സാബ് ആരാന്നുള്ളത് പിന്നെ അറിയില്ല. ये हमारा एक मेजर साहब है, वो फिल्म बनाया था, साले वो बैठा हुआ है मेजर साहब. പിന്നെ പൈസ വാങ്ങിക്കില്ല, ഫുൾ ഫ്രീഡം. അപ്പം ആ പാട്ട് അവരെ പോലും ടച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു പാട്ട്. പക്ഷെ പിക്കറ്റ് 43 ഞാൻ അങ്ങനൊരു ഫീലിംഗ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാട്ടുണ്ട്, അതുകൊണ്ട് മാറി മഴ മാഞ്ഞു പോയി, അത് ഫുൾ ട്വലൈറ്റിൽ ചെയ്തിട്ടുള്ളതും. അതുപോലെ 2 പാട്ടുകൾ, ഒന്ന് രാജീവ് ചെയ്തു, ഒന്ന് മുരുകൻ കാട്ടാക്കട എഴുതിയത്. സോ ദിസ് ഓൾ ഹാപ്പൻസ്. പുതിയ എന്തെങ്കിലും വർക്ക് ആ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാലിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് അതൊരു വേറെ ലൈനിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ജീവ അവനും കൂടെ ഉണ്ടെങ്കിലാണ് അതിനകത്തൊരു കിക്കുള്ളൂ. ആ സെക്കൻഡ് പാർട്ടിൽ ജീവയാണ് അതിനകത്ത് ലാസ്റ്റ് ആൾക്കാരുടെ മനസ്സ് പിടിച്ചെടുത്ത്. അവൻ്റെ മരണം, ഇവിടുത്തെ യൂത്ത് പെൺപിള്ളേരൊക്കെ വന്ന് താൻ എന്തിനാ ജീവനെ കൊന്ന്, അങ്ങനെയൊക്കെയുള്ളൊരു ഫീൽ കിട്ടിയത്. അതെനിക്ക് കൊണ്ടുവരുമ്പോൾ ജീവയുടെ മകനെ കൊണ്ടുവരണം. 10-20 വർഷമായി ജീവയുടെ മകനെ തന്നെ കൊണ്ടുവരിക. എന്നിട്ട് അപ്പോഴത്തേക്കും മോഹൻലാലിൻ്റെ ഞാൻ റാങ്ക് കൂട്ടിയിട്ടും ജനറലാക്കണം. അപ്പോൾ ജനറൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നത് എല്ലാം എനിക്കാകെ കൺഫ്യൂഷൻ ആവും. എന്താണെന്നറിയോ, ഇവിടുത്തെ ഒന്നാമത്തെ ഈ മലയാളത്തിൽ നന്ദില്ലാത്ത കുറേ വർഗ്ഗങ്ങളുണ്ട്. പിന്നെ പൈസ ഉണ്ടാക്കും പോകും ഈ പ്രൊഡ്യൂസേഴ്സ്. ഇന്നവരെ ദൈവം അനുഗ്രഹിച്ച എൻ്റെ ഒരു പടത്തിലും ഫ്ലോപ്പായിട്ടുള്ള 2 പടം എന്ന് പറയുന്നത് 1971 ഇതുമാണ്. പക്ഷേ എല്ലാറ്റിലും 2 കോടിയോളം പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫ്ലോപ്പാണ്. കാരണം കീർച്ചക്ര ഫസ്റ്റ് പടം തൊട്ടിട്ട് 15 കോടി അന്ന് 2006 പ്രോഫിറ്റ് ഉണ്ടാക്കിയ പടമാണത്. കുരുക്ഷേത്ര 4 കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പിക്കറ്റ് ഫോടത്തിന് 4 കോടി പ്രോഫിറ്റാണ്. അപ്പം ഇത് വരുന്ന സമയത്ത് എന്താണ്, അവർക്ക് കാശ്, അതും 1971 ചെയ്തിരിക്കുന്ന മോഹൻലാൽ 3.5 കോടി ഉറുപ്പിയും കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള 10 കോടിക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു ടാങ്ക് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിന് 20 ലക്ഷം രൂപ ഒരു ദിവസം കൊടുക്കണം. അങ്ങനെ 20 ടാങ്കാണ് ഞാൻ 20 ദിവസം യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രീ ആയിട്ട്. അത് കൊണ്ടുവന്നിട്ട് ക്യാമറമാൻ ശരിക്കിട്ടിട്ട് നമുക്ക് പണി തന്നു. ഫസ്റ്റ് കോപ്പി കാണാതെ റിലീസ് ചെയ്യേണ്ടി വന്നു. പ്രഷർ പ്രൊഡ്യൂസേഴ്സായിരുന്നു. അങ്ങനെ രാത്രി മദ്രാസിൽ അത് വർക്കും ചെയ്ത് ക്യൂബ് കയറ്റി തിരിച്ചിവിടെ വന്ന് കാലത്തിരുന്ന് ശ്രീകുമാർ തിയേറ്ററിൽ പടം കാണുന്നത്. അരമണിക്കൂർ ലാസ്റ്റ് എത്തിയപ്പോൾ ഫുൾ കറുത്ത് കിടക്കുന്നു. ഞാൻ അവിടെ നിന്ന് കണ്ണും തുടച്ചിട്ട് ഇറങ്ങി. എൻ്റെ പടം പോയി എന്നും പറഞ്ഞു പോയി. അത് ടി വിയിൽ വന്നപ്പോൾ ആൾക്കാർ ഭയങ്കര രസം. പക്ഷെ എൻ്റെ അവിടെ ഗ്രീഡിങ് പണിയൊന്നുമില്ലേ. അതെന്താണ്, ഞാൻ കുറച്ച് ഫോഴ്സ് ചെയ്ത് 36 ദിവസം കൊണ്ട് പടം തീർത്തു. അത് ക്യാമറമാന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചിലപ്പോൾ പണി കിട്ടുകയും ചെയ്യും. അത് ഓക്കെ. ഇപ്പം എല്ലാവർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റില്ലല്ലോ. നമുക്കെല്ലാം ഹിറ്റ് എന്നുള്ളത് അങ്ങനെയൊരു ഫോർമുല നമുക്ക് എടുക്കാനും പറ്റില്ല. അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെ കൊണ്ടുവന്നിട്ട് ആ പടം എനിക്ക് വലിയ ഹിറ്റാക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ കൺഫ്യൂസ് ആയിപ്പോയിക്കളെ. അമിതാഭ് ബച്ചനും വന്നു, മോഹൻലാലും ഉണ്ടത്തില്ലേ, ആരെ എങ്ങനെ അതിൻ്റെ ഇടയിലാണ് അപ്പോൾ വരും പ്രൊഡ്യൂസർ ഈ ആളെ വെച്ചിട്ട്. അങ്ങനെയാണ് ആ ഗണേഷ് വെങ്കട്ടറാമൻ്റെ ക്യാരക്ടർ കൊണ്ടുവന്ന് അവിടെ ഇട്ട് തരുന്നത്. ഒരു മനുഷ്യൻ ഇഷ്ടമില്ലാത്തൊരു പേര്. ഞാൻ പറയും, എൻ്റെ സുനീത് വേണ്ട, ഈ ചെക്കനെ ഒരു സുഖമില്ലാതെന്ന്. പ്ലീസ്
അപ്പോൾ നീ അനുഭവിച്ചോ. പക്ഷേ നീ അനുഭവിച്ചാലും എൻ്റെ പേര് പോകുന്നു. ആ ചെറുക്കൻ്റെ കൈയൊക്കെ ഇങ്ങനെയാണ്. അപ്പോഴേ ഞാൻ പറയും, നടക്കുന്നുണ്ട് ഒരു കമാൻഡോ ലുക്കില്ല, അവനൊരു ക്ഷയണമോ ഭാവണോ അവൻ്റെ മുഖത്ത് മാറ്, ആ നരേനെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. നടന്നില്ല, അത് യോഗ അങ്ങനെ പോയി.